രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിയും. വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്കയെത്തും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രിയങ്ക ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. വയനാട്ടിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ മത്സരം. വയനാടിന് ഇനി മുതൽ 2 MP-മാർ ഉണ്ടാകും എന്നതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് താനാണ്, ഒന്ന് പ്രിയങ്കയാണ്. വയനാടിനോട് വളരെ വൈകാരികമായ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 സീറ്റ് നിലനിർത്തുക സാധ്യമല്ല. അതിനാൽ വയനാട് ഒഴിയേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത്. BR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഏറെ പ്രതീക്ഷിച്ചിരുന്ന തീരുമാനം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് വയനാടിന് സന്തോഷിക്കാൻ കഴിയുന്ന തീരുമാനമെടുക്കും എന്നതായിരുന്നു വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി നൽകിയിരുന്ന ഉറപ്പ്. ഈ തീരുമാനത്തെ എങ്ങനെ കാണണം? എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ? ഒടുവിൽ സസ്പെൻസ് അവസാനിപ്പിച്ച് രാഹുൽ ഗാന്ധി ആ തീരുമാനം എടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു, റായ്ബറേലി നിലനിർത്താനും. അതോടൊപ്പം തന്നെ മറ്റൊരു സസ്പെൻസ് സ്ഥാനാർത്ഥിയെ കൂടി AICC പ്രഖ്യാപിച്ചിരിക്കുന്നു വയനാട്ടിലേക്ക് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സമീപകാലത്തൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി ഒഴിയുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി ഇത്രയേറെ വേഗത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. ഏതായാലും പാർലമെന്ററി രംഗത്തേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു വഴി വയനാട്ടിലൂടെ ഒരുങ്ങുമോ എന്നതാണ് ഇനി നിർണായകം. ഏതായാലും വയനാട്ടിലൂടെയാണ് പ്രിയങ്ക പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതും കേരളത്തിൽ നിന്ന്. അല്പം മുമ്പ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയും എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിൽ ഉണ്ടാക്കിയ മുന്നേറ്റമടക്കം കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പാർട്ടിയുടെ വിശാലമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ രാഹുലിന് റായ്ബറേലി നിലനിർത്തേണ്ടത് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ വയനാട്ടിലടക്കം വന്ന് വോട്ടർമാരോട് നന്ദി പറഞ്ഞപ്പോഴെല്ലാം വയനാടിന് സന്തോഷകരമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം റായ്ബറേലിയിലെ ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വാരണാസിയിൽ തന്റെ സഹോദരിയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ മോദി 2 ലക്ഷത്തിലധികം വോട്ടിന് തോക്കുമായിരുന്നു എന്നതടക്കമുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് തന്നെ പ്രിയങ്ക ഒരു മത്സരരംഗത്തേക്ക് എത്തും എന്ന അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായി. ഏതായാലും AICC ആ സസ്പെൻസ് പ്രഖ്യാപിച്ചു. നിർണായക തീരുമാനമാണ് ഇന്ന് AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഖർഗെയുടെ വസതിയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനം. AICC അധ്യക്ഷനായിട്ടുള്ള ഖർഗെ തന്നെയാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് രാഹുൽ സംസാരിക്കുന്നു. വയനാടുമായുള്ള തന്റെ വൈകാരിക ബന്ധം എന്താണ് എന്നത് രാഹുൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, കഴിഞ്ഞ ആഴ്ച കൽപ്പറ്റയിലും എടവണ്ണയിലും ഒക്കെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് തനിക്ക് വോട്ട് ചെയ്തതിന് നന്ദി പറയാൻ രാഹുൽ എത്തിയിരുന്നു. അന്നും ഈ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് രാഹുൽ താൻ വയനാട് ഒഴിയും എന്നുള്ള സൂചനകൾ നൽകുമ്പോൾ പോലും സസ്പെൻസ് നിലനിർത്തിയിരുന്നു. വയനാടിന് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല, വിഷമിക്കേണ്ടി വരത്തില്ല എന്നുള്ള ഉറപ്പും കൊടുത്തിരിക്കുന്നു. ഇന്ന് രാഹുൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു, ഇനി മുതൽ വയനാടിന് 2 MP-മാരായിരിക്കും ഉണ്ടാവുക, താൻ വയനാട്ടിലേക്ക് വരുന്നത് തുടരുമെന്ന് പറയുന്നു. അപ്പോൾ തനിക്ക് വോട്ട് ചെയ്തവരെ നിരാശരാക്കാതെ ഒരു തീരുമാനത്തിലേക്ക് രാഹുലിന് എത്താൻ കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്കയുടെ വരവ് പ്രഖ്യാപിച്ചതോടുകൂടി എന്ന് കരുതാമോ? തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് വയനാടുമായിട്ടുള്ള അടുപ്പം വളരെ വൈകാരികമാണ്, ഹൃദയത്തിനോട് അടുത്തതാണ്. അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനത്തിലും അദ്ദേഹം അത് എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ വയനാട്ടിലെ കൽപ്പറ്റയിലും അതേപോലെ മലപ്പുറത്തെ എടവണ്ണയിലും അദ്ദേഹം നൽകിയ ആ സ്വീകരണത്തിൽ, അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം കൂടുതൽ വിവരിച്ചതും വയനാടുമായുള്ള തന്റെ ആത്മബന്ധത്തെക്കുറിച്ചാണ്. താൻ പ്രതിസന്ധിയിലായപ്പോഴൊക്കെ തനിക്കൊപ്പം വയനാട്ടുകാർ നിന്നു. തന്റെ വീട് ഇല്ലാതായ സമയത്ത് വയനാട്ടിലെ ഓരോരുത്തരും അവരുടെ വീട് എനിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞു. അത്രമാത്രം എന്നോട് സ്നേഹമുള്ള ജനതയാണ് വയനാട്ടുകാരുടെ. അതുകൊണ്ട് തന്നെ ഈ റായ്ബറേലിയിലെയും വയനാട്ടിലെയും വോട്ടർമാരെ തൃപ്തിപ്പെടുന്ന തീരുമാനമായിരിക്കും, സന്തോഷിപ്പിക്കുന്ന തീരുമാനമായിരിക്കും തന്റേതെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി വയനാട് തന്നെ തുടരുമെന്ന ആ ഒരു നിർബന്ധം, വ്യക്തിപരമായ താല്പര്യം പാർട്ടിയെ അറിയിച്ചിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ മത്സരിക്കുകയല്ല, അവിടെ നിൽക്കേണ്ടത്, റായ്ബറേലിയിൽ തുടരേണ്ടത് കോൺഗ്രസിന്റെ തന്നെ ദേശീയ താല്പര്യത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണിപ്പോൾ. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, അതിന് പിന്നാലെ ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണെന്ന അത്തരത്തിലുള്ള നിഗമനങ്ങൾ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കേണ്ട സാഹചര്യമാണ്. ആ ഒരു ഘട്ടത്തിൽ വയനാട് ഒഴികെയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ
പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് അറിയുന്നത്. കാര്യം വയനാട്ടിലെ ജനങ്ങൾ തന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിന് കത്ത് നൽകിയിരുന്നു. അദ്ദേഹം ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെങ്കിലും അവിടെ എത്തണമെന്നാണ് ആവശ്യപ്പെട്ടു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം AICCക്ക് മുൻപാകെ വെച്ച് അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് AICCയെ കൊണ്ട് അന്ന് തീരുമാനിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പ്രിയങ്ക മത്സരിക്കാവുന്ന ധാരണയിലെത്തുകയായിരുന്നു എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായിട്ടും വയനാടിനെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പ്രിയങ്ക മത്സര രംഗത്തേക്ക് വരണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. മോദിയെ നേരിടാൻ രാഹുൽ ശക്തനല്ല എന്ന തോന്നൽ ഉണ്ടായിടത്തൊക്കെ പ്രിയങ്കയ്ക്ക് വേണ്ടി മുറവിളി ഉയർന്നതാണ്. അന്നൊന്നുമില്ലാത്ത തീരുമാനം ഇന്ന് ഉണ്ടാകുന്നു. പ്രിയങ്ക ഗാന്ധി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ആദ്യ മത്സരം വയനാട്ടിൽ നിന്നാകുന്നു. വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുന്നു തുടങ്ങിയ ഒട്ടേറെ പ്രസക്തി ഈ തീരുമാനത്തിനുണ്ട്. രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള പല തലങ്ങളിൽ നിർണായകമാകുന്ന ഒരു തീരുമാനം കൂടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി കാണണം. ഇന്ന് നിർണായക യോഗത്തിന് ശേഷം മല്ലികാർജുൻ ഖർഗെയാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. രാഹുൽ അത് സ്ഥിരീകരിച്ച് സംസാരിക്കുന്നു. തനിക്ക് വയനാടുമായും റായ്ബറേലിയുമായുള്ള വൈകാരിക ബന്ധമെന്ത് എന്നത് രാഹുൽ വ്യക്തമാക്കുന്നു. അതിനുശേഷം KC വേണുഗോപാൽ കേരളത്തിന് എത്രമാത്രം നല്ലതാണ് ഈ തീരുമാനം എന്ന കാര്യം പറയുന്നു. കേരള നേതാക്കൾ സ്വാഗതം ചെയ്യുന്നു. പ്രതികരണങ്ങളിലേക്ക്. पार्टी के ओर से और मेरे ओर से उनको धन्यवाद देता हूं कि हमारी बात को उन्होंने रखी है और माना है दोनों ने. इसीलिए मैं आपके सामने आके डिक्लेयर कर रहा हूं कि दोनों एक तो रायबरेली सीट रहेगी और वायनाड में भी वो प्रियंका जी रहने से वहाँ के लोगों को भी एक हिम्मत मिलेगी. I have an emotional relationship with both Raebareli and the people of Wayanad. The people of Wayanad stood with me. The people of Wayanad gave me love and affection. Every single person, regardless of party, they gave me support, love and affection. They gave me energy to fight in a very difficult time. So I will never forget that. I want everyone in Wayanad to know that Priyanka is going to fight the election in Wayanad. But I am going to be a frequent visitor to Wayanad, and I am going to be available to the people of Wayanad. And the commitments that I have made, we will stand by them and we will try and deliver all those commitments. She is going to fight the election. I'm confident she's going to win the election, and she's going to be a very good representative for the people of Wayanad. People of Wayanad can think about it like this. You have now 2 members of parliament. One is my sister and one is me, and my doors are always open for you throughout the rest of my life, and I love every single person in Wayanad. I will work as hard and I will try my best to make everybody happy and to be a good representative. और रायबरेली के साथ तो मेरा बहुत ही पुराना रिश्ता भी है और 20 सालों से मैंने काम किया है दोनों रायबरेली और अमेठी में. तो वो रिश्ता तो कहीं मतलब किसी भी तरह से टूट नहीं सकता. उसको कायम रखने के लिए हम दोनों हैं, और भैया की मैं मदद रायबरेली में भी करूंगी, और जैसे इन्होंने कहा हम दोनों रायबरेली में भी हम दोनों मौजूद होंगे और वायनाड में. വയനാടിനോടുള്ള ബന്ധം എന്നും നിലനിർത്തുമെന്ന് രാഹുൽ പറയുമ്പോൾ വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നതിൽ സന്തോഷമെന്ന് പ്രിയങ്കയും പറയുന്നു. ഇപ്പോൾ VD സതീശന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ. അത്രമേൽ പ്രിയപ്പെട്ട വയനാട്ടിൽ അതിലുമേറെ പ്രിയപ്പെട്ട പ്രിയങ്കയാണ് രാഹുലും പാർട്ടിയും നിയോഗിക്കുന്നത്. വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം. ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക കേരളത്തിന്റെ പ്രിയങ്കരിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് VT ബൽറാം ചേരുകയാണ്. ശ്രീ VT ബൽറാം, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു. വയനാട് രാഹുൽ ഒഴിയുമ്പോൾ എങ്ങനെയാണ് ഈ തീരുമാനത്തെ നിങ്ങൾ കാണുന്നത്? വളരെ സന്തോഷത്തോടുകൂടി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെയോ UDFന്റെയോ മാത്രം ഒരു സ്വാഗതമായിരിക്കില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത്തരത്തിലുള്ള ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഇടവന്ന സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഇത്തവണ ഉണ്ടായ ഒരു വലിയ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം, അതിന് റായ്ബറേലി അടക്കം അമേഠി അടക്കം അവിടെ ഫൈസാബാദ് അടക്കമുള്ള നിരവധി മണ്ഡലങ്ങളിൽ ജനങ്ങൾ നൽകിയ പിന്തുണ, അത് തീർച്ചയായിട്ടും
അത് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടുതൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ കൂടുതൽ ആ നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം റായ്ബറേലിയെ നിലനിർത്താനും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുക്കാനും വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ ആ തീരുമാനത്തെ പൂർണ്ണമായി തന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. അത് മറ്റാരുമല്ല, പ്രിയങ്ക ഗാന്ധി തന്നെയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നേരത്തെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നിങ്ങൾ കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വയനാട് എന്ന് പറയുന്ന മണ്ഡലവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ 5 വർഷത്തിന് മുൻപ് അദ്ദേഹം വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വയനാട്ടിൽ ഇത്രയധികം തവണ അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുമെന്നോ അദ്ദേഹത്തെ പോലുള്ള തിരക്കുള്ള ഒരു ദേശീയ നേതാവിന്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുമെന്നോ ആരും വിചാരിച്ചതല്ല. പക്ഷേ പ്രതീക്ഷകൾ തീർച്ചയായും ബൽറാം, ആ സ്നേഹം വയനാട്ടിലെ ജനങ്ങൾ നൽകി. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഇനി ഉണ്ടാകുന്ന വികാരം അതല്ല. വയനാടിനെ വഞ്ചിച്ചു രാഹുൽ എന്ന ഒരു തോന്നൽ ഒരു പക്ഷേ ജനങ്ങളിൽ ഉണ്ടായേക്കാം. പ്രിയങ്കയെ കൊണ്ടുവരുന്നത് കൊണ്ട് അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നെറേറ്റീവിലേക്ക് നിങ്ങൾ ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. വയനാടിനെ വഞ്ചിക്കുന്നു എന്നൊന്നും പറയേണ്ട ഒരു സാഹചര്യം പ്രതിപക്ഷം അങ്ങനെ ഒരു ഇതായിരിക്കും, നറേറ്റീവിലേക്കായിരിക്കും ഇനി എത്തുക. അതാ പറയുന്നത്. അത് ഒരു പക്ഷെ അവരെ എടുക്കുമായിരിക്കും, സ്വാഭാവികമാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ തവണ ഇത്രയധികം അദ്ദേഹം പ്രവർത്തിച്ചിട്ടും അദ്ദേഹം എവിടേക്ക് വന്നിട്ടും അദ്ദേഹം മത്സരിച്ചപ്പോൾ ഈ ഇലക്ഷന് പോലും ആ നിലയ്ക്കുള്ള വയനാട്ടിനെ വഞ്ചിച്ചു, വയനാടിന്റെ MP-യുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നൊക്കെയുള്ള നിലയിലുള്ള നുണപ്രചരണങ്ങളാണ് അത് നടത്തിയത്. ഇപ്പൊ വയനാട്ടിലെ പുത്തുമലയിലും മറ്റും പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോ അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ മന്ത്രിമാരോ എത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള ഒരു സാന്നിധ്യം വയനാട്ടിൽ കഴിഞ്ഞ 5 വർഷവും രാഹുൽ ഗാന്ധിയുടേതായിട്ടുണ്ടായിരുന്നു. അറിയുന്നവർ വയനാട്ടിൽ ാണ് നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു വീണ്ടും ഇളക്കമാർന്ന ഒരു ഭൂരിപക്ഷത്തോടു കൂടിയുള്ള കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയം ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലുണ്ടായത്. ഒരൊറ്റ കാര്യം കൂടി വി ടി ബൽറാം, ഇവിടെ നോക്കൂ, രാഹുലിന്റെ വരവിന് ശേഷം കോൺഗ്രസിന് വലിയ ഊർജ്ജം ലഭിച്ചു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രതിഫലനം ഉണ്ടായി എന്ന് പറയുന്നു. ഇനിയിപ്പോൾ പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന് അത് എത്രമാത്രം ഊർജ്ജം പകരും? തീർച്ചയായിട്ടും വലിയ ഊർജ്ജം പകരും. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ഒരു കോൺഗ്രസും UDF അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അതിനേക്കാൾ രാജ്യത്തുടനീളം കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന്റെ ഒരു വലിയ ആവേശത്തിലാണല്ലോ നമ്മളെല്ലാവരും. കോൺഗ്രസ് 100 സീറ്റിന് അപ്പുറത്തുള്ള ഒരു വലിയ വിജയം നേടിയിരിക്കുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഒരു ദുർബലമായിട്ടുള്ള സർക്കാരിന്റെ തുടരുന്നു എന്നത് കഴിഞ്ഞാൽ ബാക്കി ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റത്തിന് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ള ഒരു ആവേശമാണുള്ളത്. അപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലത്തേക്കാൾ വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള ഒരു പ്രചരണം നടത്താനുള്ള ആവേശത്തിലാണ് കേരളത്തിലെ UDFന്റെ അണികൾ. കാരണം 20-ൽ 18 വീണ്ടും ഇത്തവണയും UDFന് ലഭിക്കുന്നു. കേരളത്തിന്റെ ഒരു ജനവികാരം ഇപ്പോഴും UDFനൊപ്പമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPക്കും സംസ്ഥാനത്തെ പിണറായി എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ജനവികാരം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അത് വയനാട് മാത്രമല്ല, പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസും UDFും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, വളരെ നന്ദി ശ്രീ വി ടി ബൽറാം, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. കോൺഗ്രസിന് ഊർജ്ജം പകരും. വയനാട്ടിൽ രാഹുലിന് പറ്റിയ ഏറ്റവും ശക്തയായ പകരക്കാരിയാണ് പ്രിയങ്ക എന്ന കാര്യം കൂടിയാണ് വി ടി ബൽറാം സൂചിപ്പിക്കുന്നത്. നമുക്കൊപ്പം CV അനുമോദും VR കാർത്തിക്കും തുടരുന്നുണ്ട്. കാർത്തിക്, രാഹുലിന് പകരക്കാരൻ ആര് എന്നത് ഈ റിസൾട്ട് വന്ന അന്ന് മുതൽ കോൺഗ്രസിൽ ഉയർന്ന ചോദ്യമാണ്. രാഹുൽ റായ്ബറേലി നിലനിർത്തുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോഴും വയനാട്ടിൽ പകരക്കാരൻ ആര് എന്ന ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. അതിനാണ് പ്രിയങ്കയിലൂടെ ഒരു സൊല്യൂഷൻ കാണുന്നത്. പ്രിയങ്കയെ കുറിച്ചുള്ള ആലോചന വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ എന്ന സാഹചര്യമായിരുന്നു ഏറ്റവും വലിയ വിലങ്ങുതടിയായിരുന്നത്. കോൺഗ്രസ് ഈ പ്രതിസന്ധികളെ എങ്ങനെയാണ് മറികടക്കാൻ ഉദ്ദേശിക്കുന്നത്? രാഹുൽ ഒഴിയുമ്പോൾ പ്രിയങ്ക വരുമ്പോൾ ഉയർന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്? കുടുംബാധിപത്യം എന്ന വിമർശനം തന്നെയാവും BJPയിൽ നിന്ന് ഉണ്ടാവുക. അത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലൊരു പ്രതിരോധത്തിനും കോൺഗ്രസ് തയ്യാറെടുത്തിട്ടുണ്ടാകണം. കാരണം 2019 നിന്ന് 2024 വരുമ്പോൾ UP എന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം വളരെ വലുതാണ്. 17 സീറ്റുകളിലാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിച്ചത്. അവിടെ 6 വിജയിച്ചു. 7-ലധികം കേന്ദ്രമന്ത്രിമാർ അവിടെ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് കോൺഗ്രസ് നൽകുന്നത് പ്രിയങ്ക ഗാന്ധിക്കാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവിടെ താഴെത്തട്ടിൽ സ്ത്രീകളുമായി ഗ്രാമങ്ങളിലെത്തി സംവദിച്ച പ്രിയങ്ക ഗാന്ധിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ കണ്ടത്. അതോടൊപ്പം തന്നെ നിർജ്ജീവമായി കിടന്ന ബൂത്ത് കമ്മിറ്റികളിലടക്കം സജീവമായി പങ്കെടുത്തുകൊണ്ട്, കുടുംബയോഗങ്ങളിലടക്കം പങ്കെടുത്തുകൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രിയങ്കയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ കണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രിയങ്കയ്ക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത വർദ്ധിച്ചു എന്ന കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. ആ ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തവണ പ്രിയങ്കയെ മത്സരിപ്പിക്കാൻ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഈ 2024 തന്നെ കൊണ്ടുവരാൻ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. നേരത്തെ 2019 ആദ്യം ഇടപെടുകയാണ്. ഇപ്പോൾ ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു, തങ്ങൾ സംസാരിക്കുന്നു. അതിലേക്ക് പാർട്ടിയുടെ അഭിപ്രായം അറിയിച്ചതായിരുന്നു. ഇപ്പോൾ ആ നിലക്ക് തന്നെ അവർ തീരുമാനിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ UDF-നെ വലിയ നിലയ്ക്ക് ശക്തിപ്പെടുത്തും. UDF-നെ മാത്രമല്ല, ഇന്ത്യ മുന്നണിയെ തന്നെ നല്ല നിലയ്ക്ക് ശക്തിപ്പെടുത്തും. കേരളത്തിൽ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു നല്ല കെട്ടുറപ്പോടെയുള്ള ഒരു ഭാവി ഇവിടെ നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്ങും ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ആത്മവിശ്വാസം പ്രിയങ്ക ഗാന്ധി വരുന്നതിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയും. കാരണം പാർലമെൻറ്റിൽ പ്രിയങ്ക ഉണ്ടാവേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണിത്. കാരണം മോഡി തന്നെ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അത് വലിയ നിലയ്ക്ക് സഹായകരമാകും എന്നാണ് രാഹുലും പ്രിയങ്കയും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവസാന വാക്കുകളിൽപ്പെട്ടവരാണല്ലോ. അപ്പോൾ രാഹുൽ കിട്ടുന്ന അതേ ആ ഒരു പരിഗണന ജനങ്ങളും രാഹുൽ ഗാന്ധിയോട് ആ ദിവസം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതെ, അങ്ങനെ പിന്നെ രാജിവെക്കുന്ന സ്ഥിതി വന്ന ഈ തീരുമാനം വേണമെന്ന് ജനങ്ങളും ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ചരിത്ര ഭൂരിപക്ഷമാണ് ലീഗ് ഉൾപ്പെടെയുള്ള UDF-ന്റെ ഭാഗത്ത് കിട്ടിയത്. ആ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉറപ്പിക്കാതെ ലീഗിനൊരു UDF-ന് വെല്ലുവിളി ഉണ്ടോ? വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടും. രാഹുലിന്റെ പരിപാടിക്ക് അവര് പ്രചാരണത്തിൽ വരുമ്പോൾ തന്നെ വലിയ ആവേശമാണ് അവിടെ പ്രകടമായിരുന്നു. അല്ല, തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യ അലയൻസിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഇന്ത്യ അലയൻസിന് കിട്ടും. പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിലേക്ക് ചെല്ലുന്നു എന്ന് പറയുന്നു. വയനാട്ടിൽ നിന്ന് ഏതായാലും ചെല്ലും എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും. ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ച് വരലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം. എണ്ണം നേക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജയിച്ചത് ഇന്ത്യ അലയൻസ് ആണെന്ന് പറയുന്ന മാതിരിയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മുഴുവൻ അവരുടെ ഘടകം എന്ന് പറയുന്നത് UP ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും. ഒരു സംശയമില്ല. അത് ജനങ്ങളും അതേ നോക്കുള്ളൂ. ജനങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവൺമെൻറ് വരലാണ്. ഇവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട്. അവിടെ ഒരു പ്ലസ് പോയിന്റാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ തവണ അതേപോലെ ഭൂരിപക്ഷം നിലനിർത്താൻ ഇത്തവണയും കഠിനാധ്വാനം ചെയ്തിരുന്നു. പുള്ളിക്കാരും UDF-ആയിരുന്നു. അതേ സ്ട്രാറ്റജി തന്നെയാണോ പ്രിയങ്കയുടെ കാര്യത്തിലും ഒരു ആവേശത്തോടെ ഇറങ്ങുകയാണോ? അല്ല, രാജ്യത്തെ മതേതരത്വം നിലനിർത്തലാണല്ലോ ആവശ്യം. അതുകൊണ്ട് ആ കാര്യത്തിൽ അത്യാവശ്യമായ സ്ട്രാറ്റജി എന്താക്കാതെടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. അവിടെ പ്രധാനം അതാണ്. അതെ അതെ, തങ്ങൾ നേരിട്ട് രാവിലെ ആദ്യം വന്നപ്പോൾ തങ്ങൾ നേരിട്ട് ആണ് പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായത്. ഞങ്ങളതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ്. ഇപ്പോൾ അബ്ബാസ് അലി തങ്ങളായിരുന്നു ഈ പ്രാവശ്യം. അതുകൊണ്ട് പാർട്ടി അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ്. ഞങ്ങൾ ഒരു വയനാട്ടിലെ തെരഞ്ഞെടുപ്പായിട്ടല്ല ആ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇതുവരെ ജയിച്ചു നോക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് അതിൻ്റെ പ്രാധാന്യം പാർട്ടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തിക്കും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇമ്പോർട്ടൻസ് UDF-ലെ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഒന്നുമല്ല. ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അതിൻ്റെ പ്രതീകങ്ങളാണ് അവിടെ മത്സരിക്കുന്നത്. അതിന് ഫോക്കസ് കൊടുക്കും. UDF-നെയും ഇന്ത്യ സഖ്യത്തെയും ശക്തിപ്പെടുത്തുന്ന തീരുമാനം, അനിവാര്യമായ തീരുമാനം എന്നതാണ് പ്രിയങ്കയുടെ വയനാട്ടിലേക്കുള്ള വരവിനെ മുസ്ലിം ലീഗ് കാണുന്നത്. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇത്തരം ഒരു നിർദ്ദേശം തങ്ങൾ നൽകിയതാണ്, അതിന് അനുയോജ്യമായ തന്നെ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നതിലെ സന്തോഷം കൂടി നേതാക്കൾ പങ്കുവയ്ക്കുകയാണ്. നമുക്കൊപ്പം CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ലീഗ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് തീരുമാനം. അത്തരമൊരു നിർദ്ദേശം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആവശ്യം തന്നെയായിരുന്നു ലീഗിന്റെ ഭാഗത്ത്
ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നത് കൂടി പറയുന്നു. ദേശീയ തലത്തിൽ പോലും പ്രസക്തമായ മത്സരമാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രിയങ്കയുടെ മത്സരത്തോടുകൂടി വയനാട് ഉപതെരഞ്ഞെടുപ്പ് ആ രീതിയിൽ മാറാൻ പോവുകയാണ്. ലീഗ് പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ടുന്ന ഇപ്പോൾ ശ്രീ എ പി അനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എ പി അനിൽകുമാർ, രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുകയാണ്, അവിടേക്ക് പ്രിയങ്ക എത്തുന്നു. എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? എത്രമാത്രം ആവേശം നൽകുന്ന തീരുമാനമാണ്? ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷം വയനാടിന്റെ MP എന്നുള്ള നിലയിൽ അതിനപ്പുറത്ത് അവിടുത്തെ ജനങ്ങളുമായിട്ട് വൈകാരികമായ ഒരു അടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ജനങ്ങൾക്ക് തിരിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2ാം തവണയും പലരും ഭൂരിപക്ഷം വളരെ കുറയുമെന്ന് പറഞ്ഞപ്പോൾ പോലും പോളിംഗ് കുറഞ്ഞിട്ട് പോലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് അദ്ദേഹത്തോടുള്ള ആ വൈകാരികമായ അടുപ്പം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ, അതിലൊക്കെ പണ്ട് ചേർന്ന് ഒപ്പം നിന്നവരാണ് വയനാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനം ഒഴിയുമ്പോൾ തീർച്ചയായിട്ടും വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ സങ്കടമുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ അതിനകത്ത് എടുത്തു പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഇവിടെ ഒഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് വയനാടിനോടൊപ്പം ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആ പ്രയാസത്തെ അതിജീവിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ആവേശത്തോടു കൂടി അവരെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുടനീളം അവര് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷം അവര് നടത്തിയ പോരാട്ടങ്ങളൊക്കെ ഇന്ത്യ കണ്ടതാണ്. മാത്രമല്ല അവരുടെ ആദ്യ തെരഞ്ഞെടുപ്പാണ്, കന്യാംഗമാണ്. അതിന് വേദിയൊരുക്കാൻ വയനാടിന് കഴിയുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായ കാര്യമാണ്. ശ്രീ എ പി അനിൽകുമാർ, കഴിഞ്ഞ തവണ രാഹുൽ എത്തുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വിജയിപ്പിക്കുന്നു, രാഹുൽ ജനങ്ങൾക്കൊപ്പം നിന്നു എന്നതാണ് നിങ്ങളുടെ ബോധ്യം. ആ ബോധ്യം ജനങ്ങൾക്കും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജനം ജയിപ്പിക്കുന്നു. പക്ഷേ തന്ത്രപരമായ ഒരു തീരുമാനമാണ് ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വയനാട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ രാഹുൽ മറ്റൊരിടത്ത് മത്സരിക്കും എന്ന ഒരു സൂചന പോലും വയനാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾ നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് റായ്ബറേലി മത്സരിക്കാൻ രാഹുൽ തീരുമാനിക്കുന്നു എന്ന കാര്യം പുറത്തു വരുന്നത്. ഇപ്പോൾ റായ്ബറേലി ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുന്നു. ഗാന്ധി കുടുംബത്തിന് വൈകാരിക ബന്ധമുള്ളത് കൊണ്ട് തന്നെ അത് നിലനിർത്തേണ്ടതായി വരുന്നു. അത് ജനങ്ങൾ പൂർണ്ണതോതിൽ ഉൾക്കൊള്ളും ഈ സാഹചര്യം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിനകത്ത് എനിക്ക് എന്താ നിങ്ങളെ ചോദിക്കുന്നതിന് എനിക്ക് മനസ്സിലായില്ല. പൊതുവെ കഴിഞ്ഞ റായ്ബറയിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ മാധ്യമങ്ങൾ പലരും പറഞ്ഞൊരു കാര്യമാണിത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ വയനാട് പാർലമെന്റിലേക്ക് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം അമേഠിയിൽ സ്ഥാനാർത്ഥിയാണ്. അമേഠിയിൽ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചതും അദ്ദേഹത്തെ വിജയിപ്പിച്ചതും. ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. അപ്പൊ ആ സമയത്ത് 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഒരിക്കൽ 2019 അത് പറഞ്ഞതാണ്. അത് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് അറിഞ്ഞുകൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങൾ പിന്തുണച്ചത്. ഇത്തവണയും അതിനുശേഷമാണ് തീരുമാനമെടുത്തത് എന്നുള്ളത് കൊണ്ടാണ് അത് പറയാതിരുന്നത്. നേരത്തെ ആണെങ്കിൽ ഒരുമിച്ചാണ് ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഇത്തവണയും അമേഠിയെ പോലെ തന്നെ റായ്ബറേലിയിൽ മത്സരിക്കുമ്പോഴും വയനാട് മത്സരിക്കും. കഴിഞ്ഞ തവണ ജനങ്ങൾ നൽകിയ പിന്തുണ ഇത്തവണ നൽകും. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ശരി, വളരെ നന്ദി ശ്രീ എ പി അനിൽകുമാർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ